കമ്പനി വർക്ക് വിസയിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലി സ്പോൺസർഷിപ്പിലേക്ക് മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് ചെയ്യുക, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹസ്ബൻഡ് ഫാമിലി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് മിനിസ്ട്രി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു റിക്വസ്റ്റ് അപ്രൂവൽ ആവുകയുള്ളൂ. ഓക്കെ, ഈ പ്രോസസ്സിങ്ങിനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എംപ്ലോയി, അതായത് വൈഫ്, അവരുടെ നിലവിലുള്ള കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ട്രോണിക് സർവീസ് തിരഞ്ഞെടുക്കുക. മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഈ സർവീസസിൽ നിന്ന് സർവീസ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ചേഞ്ച് ഓഫ് എംപ്ലോയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പേജിൽ നിന്ന് അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഈ പോർട്ടലിലേക്ക് പോകും. അറബി ആയിരിക്കും, ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത് ലേബേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ പോർട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നേരെ നാസ് അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ ഉള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ നാസ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾ മൈ സർവീസസ് എന്ന് തിരഞ്ഞെടുക്കുക. മൈ സർവീസസിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് കാണാം, ടെർമിനേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് വിത്ത് എംപ്ലോയർ സബ്മിറ്റഡ് ബൈ എംപ്ലോയി എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്കാണ് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കറണ്ട് എംപ്ലോയി ഡീറ്റെയിൽസ്, ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പറൊക്കെ. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ താഴേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ, ഇവിടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോൺട്രാക്റ്റ് ടെർമിനേഷൻ ഡീറ്റെയിൽ. ഇതിവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇതിൽ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കാണാം. ഇതിൽ ആദ്യത്തത് തിരഞ്ഞെടുക്കുക, ടെർമിനേഷൻ ഓഫ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസ്ഫർ ടു ഫാമിലി റെസിഡൻസി എന്നുള്ളത്, ഈ ഒന്നാമത്തത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ന്യൂ ഫാമിലി സ്പോൺസർ ക്യു ഐ ഡി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സ്പോൺസർ ഖത്തർ ഐ ഡി അവിടെ കൊടുക്കുക. അതിനുശേഷം കോൺട്രാക്ഷൻ ടൈപ്പ് എന്നുള്ളത് മ്യൂച്വൽ എഗ്രിമെൻറ്റ് കൊടുക്കുക. ഇനി താഴെ കാണുന്നൊരു ടെർമിനേറ്റ് കോൺട്രാക്റ്റ് ഡ്യൂറിങ് എംപ്ലോയി പ്രൊബേഷൻ പീരീഡ്, അതായത് കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതായത് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവുമല്ലോ, ആ പ്രൊബേഷൻ പീരീഡിലാണ് നിങ്ങൾ ഹസ്ബൻഡ് സ്പോൺസർഷിപ്പിലേക്ക് മാറുന്നതെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ 0 ആക്കിയിട്ട്, അപ്പോൾ അതായത് നിലവിലുള്ള കമ്പനിയുമായിട്ട് നിങ്ങൾ മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 0 ആക്കാം. ഓക്കെ, നിങ്ങൾക്ക് 0 ആക്കിയിടാം. ഇനി അത് കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ ആണ് വളരെ പ്രധാനപ്പെട്ടത്, അറ്റാച്ച്മെൻ്റാണ്, അഡീഷണൽ അറ്റാച്ച്മെൻ്റാണ്. ഇവിടെ ഒരു അപ്ലോഡിങ് ഓപ്ഷനുള്ള ഒറ്റ അപ്ലോഡിങ് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളെ ഫാമിലി റെസിഡൻസ്, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി റെസിഡൻസ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റ ഫയലിലാക്കിയിട്ട്, ഒരൊറ്റ PDF ഫയലിലാക്കിയിട്ട് നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സുകൾ വേണമെങ്കിൽ അവിടെ ചെയ്യാം. അപ്ലിക്കേഷൻ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കാം. ഈ റിക്വസ്റ്റിനോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്? അറ്റാച്ച് ചെയ്തിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ID കോപ്പികൾ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് കോപ്പികൾ, ഹസ്ബൻഡിൻ്റെ ലേബർ കോൺട്രാക്റ്റ്, NOC, ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ PDF ഫയലാക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കമ്പനി വർക്ക് വിസയിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലി സ്പോൺസർഷിപ്പിലേക്ക് മാറുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അക്സെപ്റ്റൻസ് ബൈ ദി കറണ്ട് എംപ്ലോയർ എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കമ്പനിക്ക് നോട്ടിഫിക്കേഷൻ ചെന്നിട്ടുണ്ടാകും. നിലവിലുള്ള കമ്പനി അവരുടെ ഓൺലൈൻ പോർട്ടലിൽ യൂസർ നെയിം പാസ്വേഡൊക്കെ ഉപയോഗിച്ച് അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നോട്ടിഫിക്കേഷൻ കാണാം. ആ നോട്ടിഫിക്കേഷനിൽ അവർ അക്സെപ്റ്റൻസ് ചെയ്ത് അവർ 0 നോട്ടീസ് പീരീഡ് അവർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവൽ വരും. ഇനി അതല്ല അവർ അക്സെപ്റ്റൻസ് ചെയ്യാൻ അവർ തയ്യാറില്ല എങ്കിൽ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് കാലയളവ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നോട്ടീസ് പീരീഡ് കാലയളവ് പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മളുടെ റിക്വസ്റ്റിന് അപ്രൂവൽ വന്നിരിക്കും. ഈ പ്രോസസ്സിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് കാലാവധി അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈലിലേക്ക് മെസ്സേജ് വരും. നോട്ടീസ് പീരീഡ് കാലാവധി അവസാനിച്ചതിന് ശേഷം നിങ്ങൾ നേരിട്ട് എമിഗ്രേഷനിൽ പോവുക. അവിടെ അപ്ലിക്കേഷൻ ഫോർ ചേഞ്ചിങ് എംപ്ലോയർ എന്നുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സോടും കൂടി നേരിട്ട് ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾക്കൊരു സ്ലിപ്പ്, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഒരു സ്ലിപ്പ് തരുന്നതായിരിക്കും. ഓക്കെ,
ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ നാലാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ്, നിങ്ങൾ എമിഗ്രേഷനിൽ നേരിട്ട് പോയി എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോടും കൂടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നതാണ്. മെട്രാഷ് വഴി നിങ്ങൾക്കിത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. മെട്രാഷ് ആപ്പ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ അപ്രൂവൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റെസിഡൻസി പെർമിറ്റിനുള്ള പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മെട്രാഷ് ഓപ്പൺ ചെയ്ത് റെസിഡൻസി ഓപ്ഷനിൽ റെസിഡൻസി പ്രൊസീജിയർ തിരഞ്ഞെടുത്ത് അതിൽ കൺസ്യൂം ചേഞ്ച് സ്പോൺസർഷിപ്പ് അപ്രൂവൽ തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിച്ചത് ഈ ഒരു പ്രോസസ്സിങ് ഏത് രീതിയിൽ നടക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിലോ സർവീസ് സെൻറ്ററിലോ പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, എമിഗ്രേഷനിൽ നേരിട്ട് സമർപ്പിക്കേണ്ട അപ്ലിക്കേഷൻ ഫോം ചേഞ്ചിങ് എംപ്ലോയർ എന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്നോ സർവീസ് സെൻറ്ററിൽ നിന്നോ ടൈപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരമെന്ന് തോന്നുന്നെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.